നമസ്കാരം. ഇത്തവണ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പട്ടിയാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ എപ്പിസോഡിന് വേണമെങ്കിൽ നായിൻ്റെ മോനെ എന്ന് പേരിടാം. അയ്യോ അത് ബാലേന്ദ്രൻ എന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് പറയരുത്. അല്ല, അങ്ങനെ നായയെ നമ്മൾ മോശമായിട്ട് കാണരുത്, കാണേണ്ട കാര്യമില്ല. വിശ്വത എഴുത്തുകാരനായ മുഹമ്മദ് ബഷീർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമി മനുഷ്യർക്ക് മാത്രമുള്ളതല്ല, ഇവിടെ പുഴുവും അല്ലേ, പശുവും ആടും പക്ഷികളും എല്ലാവരും അവകാശപ്പെടുന്നതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പട്ടിയെ അങ്ങനെ താഴ്ത്തി കാണേണ്ട കാര്യമില്ല. മാത്രമല്ല പട്ടിക്ക് ഇപ്പം നല്ല സ്റ്റാറ്റസ് ഉണ്ട്. പട്ടിയെ വളർത്തുന്ന ചുമ്മാ നമ്മൾ തരുന്ന ലൈസൻസ് വേണം, ഡോഗ് സ്ക്വാഡുണ്ട്, പോലീസ് സേനയിൽ അവർക്ക് മാന്യതയുണ്ട്, അവർ ബുദ്ധിയുടെ കാര്യത്തിലും മനുഷ്യരെക്കാൾ മുൻപന്തിയിലാണെന്ന് പറയുന്നു, നന്ദിയുടെ കാര്യത്തിൽ. ആർക്കാ ഇഷ്ടം? ഒരു വാലാട്ട് പട്ടി എന്നൊരു പ്രയോഗമില്ലേ? നമ്മുടെ മുമ്പിൽ നിന്ന് വാലാട്ടുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. ആർക്കാ ഇഷ്ടമില്ലാത്തത്? എല്ലാവർക്കും, എല്ലാ നേതാക്കന്മാർക്കും അണികൾ വരും, ഗ്രൂപ്പിൽ വരും. കാരണം വാലാട്ടിക്കൊണ്ടിരിക്കണം. വാലാട്ടുന്നൊരു സേനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പട്ടികൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്കൊരു പരാതിയുള്ളത്, നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും കയറിയിട്ട് ഈ നായിൻ്റെ മോനെ എന്ന് വിളിക്കുന്ന പരിപാടിയുണ്ട്. അതൊരു ശരിയായ നടപടിക്രമമല്ല. അർഹതയുണ്ടെങ്കിൽ മാത്രമേ വിളിക്കാവൂ. ചുമ്മാ വഴിയെ പോകുന്നതിനൊക്കെ നായിൻ്റെ മോനെ എന്ന് വെച്ചാൽ നായിക്ക് എന്താ അന്തസ്സുള്ളത്? ഇത് പറയാൻ കാരണം ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട കഥയാണ്. അതിൽ കർത്താവും കർമ്മവും ഗ്രഹിക്കപ്പെടുക. കഥ മാത്രം പറയാം. ഒരു പറ്റം എഴുത്തുകാർ, ഒരു ഞാൻ തോന്നുന്നു ഒരു പ്രായമായ ആൾക്കാർ, ഒരു 50 വയസ്സ് 60 വയസ്സിന് മീതെ പ്രായമുള്ള ഒരു 5-6 എഴുത്തുകാരുടെ സെൻസ് ക്രിയേറ്റീവ് പീപ്പിൾ. അവർ എല്ലാ ഞായറാഴ്ച ഒന്ന് കൂടും. ഉച്ചയാകുമ്പോൾ ഒരു വീട്ടിൽ കൂടിയിട്ട് സങ്കേതം, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്ദേശം കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എൻ്റെ കൂടെ ഈ പറഞ്ഞ പിന്നെ ഒരു ചെറിയ ബോട്ടിലൊക്കെ ആയിട്ട് അപ്പം മദ്യമൊക്കെ സേവിച്ച് നല്ല മൂഡിലൊക്കെ ആയി കഴിയുമ്പോൾ അവർ തന്നെ ഒന്ന് കുക്ക് ചെയ്യും ഭക്ഷണം. ആ വീട്ടിൽ കുക്ക് ചെയ്തിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈ സേവയൊക്കെ ആകുമ്പോഴേക്കും ഒരു സമൃദ്ധമായ ഒരു വെക്കേഷൻ ഫീലിംഗ് ഉണ്ടാവും അവർക്ക്. അതൊരു ശീലമാണ്. അങ്ങനെയുള്ള ഒരു ദിവസം ഈ പിന്നെ മാന്യദേഹങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് നല്ല ചിക്കനൊക്കെ വാങ്ങിച്ച് വെച്ച് അതിൻ്റെ കൂടെ കുപ്പിയും വാങ്ങിച്ചു. ഒരു 12 മണിയായപ്പോഴേക്കും ഒരു കുപ്പി തീർന്നു. അപ്പോൾ എല്ലാവരും ഒരുമാതിരിയൊക്കെ ഫാമായി. പക്ഷേ ഈ മദ്യത്തിൻ്റെ ഒരിട്ട കുഴപ്പം, മതിയിൽ നിന്ന് വരെ മദ്യത്തിന് മുമ്പിൽ മൊത്തം ആരും പറയത്തില്ല. പാലും തേനും ഒക്കെ മതി എന്ന് പറയും, പായസം മതി എന്ന് പറയും. പക്ഷേ മദ്യമാണെങ്കിൽ ഒന്നുകൂടെ ആവാം, ഒന്നുകൂടെ ഒരു എന്താ, പിന്നെ അടുത്ത 1 ഫോർ ദ റോഡ്, ഒരു അതിനൊരു കുടിച്ചേക്കാം, കുപ്പിയും കാലിയാക്കാം. അത് കഴിഞ്ഞാൽ കാലിയാക്കി കുപ്പിക്കകത്ത് ഒരു തീപ്പെട്ടികളോട് ഇട്ട് ഇപ്പം കത്തിച്ച് കണ്ടാൽ മദ്യസേവ ഗംഭീരമായെന്നുള്ളതാണ് നമ്മുടെ ധാരണ. അപ്പോൾ അങ്ങനെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു 12 മണിയായപ്പോൾ ഒന്നും ആയില്ല കേട്ടോ, ഇന്ന് എന്താണോ എന്ത് ഒന്നും കൂടെ ആയാലും ഈ സാധനമില്ല, നമുക്ക് പോയി വാങ്ങിച്ചുകൊണ്ടിരാൻ ആണോ? അപ്പോൾ എല്ലാവരും ബാക്കിക്കൂടെല്ലാം മദ്യം കഴിച്ച് വയറ് കത്തിരിക്കുക. പക്ഷേ ഈ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ഈ വിശപ്പുണ്ടെന്ന് പറയുന്ന ആൾക്കാർക്കും മദ്യം എന്ന് പറഞ്ഞപ്പോൾ പതുക്കെ ഒരു ചെറിയ ഇടതുപക്ഷ വലതുപക്ഷ മാറ്റം വന്നു. അപ്പോൾ അവർ ശരി പോയി എന്നാൽ പോയി പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ടിരാൻ. ഈ 5 പേരും കൂടെ ചേർന്ന് തന്നെ പിന്നെ മദ്യം വാങ്ങിക്കാനായപ്പോൾ മദ്യം വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വരുന്നു. മദ്യം വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വന്ന് നേരെ വീടിനകത്തേക്ക്, വീടിന് പൂട്ടും താക്കോലൊന്നും ആവശ്യമില്ല, കയറി അടുക്കളയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന സീൻ എന്താണ്? അവരുണ്ടാക്കി വെച്ചിരുന്ന മനോഹരമായ ചിക്കൻ ഇരിക്കുന്ന ആ കൽച്ചട്ടിയിലേക്ക് ഒരു നായ അവൻ്റെ തലയിട്ട് അങ്ങനെ നാക്കൊണ്ട് നക്കി ബ്ലക്ക് 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 അടിച്ചുകൊണ്ടിരിക്കുക ചിക്കൻ. ഇത് കണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി. ഈശ്വര, ഉച്ചയ്ക്ക് കരുതിക്കൂട്ടി ഉണ്ടാക്കിയ മനോഹരമായ ചിക്കൻ ഇവൻ കഴിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും സ്തബ്ധ നോക്കുമ്പോൾ നായ പതുക്കെ ഈ കാലത്തിൽ നിന്ന് തല എങ്ങനെ ഉയർത്തി ഇവരെ മൊത്തം നോക്കി. ഒരു ചെറിയ കുറ്റബോധമുണ്ട് നായിക്ക്, ഒന്നും പറയാൻ പോയില്ല. ഞാൻ പതുക്കെ തല താത്തി വാലൊന്നാട്ടി എല്ലാവരും നോക്കി പതുക്കെ പുറത്തേക്ക് പോയി. പോയപ്പോൾ അക്കൂട്ടത്തിൽ നിന്ന് ഒരു മാന്യൻ ഈ നായെ പ്രതികാര ബുദ്ധിയോടെ നോക്കിയിട്ട് നായയുടെ പിറകെ വന്നു. നോക്കിയപ്പോൾ നായ തൊട്ടടുത്തുള്ള കിണറ്റിൻ്റെ സൈഡിൽ പോയി നാക്ക് പുറത്തേക്ക് ഇട്ടിങ്ങനെ കിതച്ചുകൊണ്ടിരിക്കുക. ചെന്നാൾ ഈ നായ ഇങ്ങനെ കൃത്യമായിട്ട് നോക്കിയിട്ട് അവിടെ ഒരു മഗ്ഗിൽ സ്വല്പം വെള്ളം ഒഴിച്ച് അവൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. എന്നിട്ട് പറഞ്ഞു, ഇറച്ചി കഴിച്ചിട്ട് നീ വെള്ളം കുടിച്ചില്ലല്ലോടാ നായിൻ്റെ മോനെ എന്ന് വിളിച്ചതാണ് കഥ. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ സിറ്റുവേഷനിൽ നായിൻ്റെ മോനെ എന്ന് വിളിക്കണം, അത്രത്തോളം അതിൻ്റെ ആവശ്യകതയുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടുകാർ ആ പ്രയോഗം വളരെ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ള സംഗതി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ നായകനായ പട്ടിയിലേക്ക് ഞാൻ വരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്ന സമയത്ത് എനിക്കൊരാഗ്രഹം, അവിടെ വീടും സെറ്റപ്പൊക്കെ ആയി കഴിഞ്ഞപ്പം ഒരു സ്റ്റാറ്റസ് സിമ്പിൾ, ഒരു പട്ടി ഇരിക്കട്ടെ. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും വണ്ടിക്കകത്ത് പട്ടി കൊണ്ടുവന്നു,
നായകൻ വണ്ടി ഓടിക്കും, സൈഡിൽ ഇങ്ങനെ പട്ടി ഇങ്ങനെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും. അത് ഗമ തന്നെ കാണാനത്. ഒരു പട്ടി എനിക്ക് ഒരിക്കട്ടെ, അപ്പം നല്ല പട്ടി വേണം, വാങ്ങിക്കുന്നതിന് നല്ല പട്ടി വേണം. പട്ടിക്ക് അന്വേഷണമായി. ഈ നായ പഠിപ്പിച്ചൊരു പാഠത്തിലേക്ക് ഞാൻ വരാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ആ പൂപ്പ പട്ടിയൊന്നും വേണ്ട, മേനൻ്റെ വീട്ടിലെ പട്ടിയില്ല, നന്നായിരിക്കണം, നമുക്ക് നോക്കാം പോലീസുകാരെ അന്വേഷിക്കാം അതൊക്കെ പറഞ്ഞ് ആരോ ഇടനിലക്കാരപ്പോൾ ഒരു കച്ചവടമല്ലേ. അങ്ങനെ ഒരാൾ അതിൻ്റെ ചുമതലയും കയറ്റെടുത്തു. സാറിന് ഉഗ്രം പട്ടി ഞാൻ തരാം. പറഞ്ഞപ്പോൾ എനിക്ക് പട്ടിയെപ്പറ്റി ഒന്നും അറിയത്തില്ല. 4 കാലിൽ ഇടയുന്നൊരു സാധനം എന്നുള്ളതല്ലാതെ പട്ടിക്ക് പല പ്രശ്നങ്ങളുണ്ട്. പട്ടിയുടെ നിറത്തിൻ്റെ പ്രശ്നം, പട്ടിയുടെ ബ്രീഡ് അനുസരിച്ചുള്ള മാറ്റങ്ങൾ, പിന്നെ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റിയത്, വീട്ടിന് പുറത്ത് വളർത്താൻ പറ്റിയത്, ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഈ വന്ന ആൾ പട്ടി എക്സ്പെർട്ടാണ്. അപ്പോൾ അവൻ പറഞ്ഞു, സാറേ പട്ടിക്കൊക്കെ ഭയങ്കര വില പറയുക, അതൊരു കാര്യം ചെയ്യാം, സാറിനൊരു പട്ടി ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, ആ പട്ടി ഒരിക്കലും മോശം വരുന്നത്, കൊച്ചു പട്ടിക്കുട്ടി. അവന് പട്ടിയിൽ ചെറുതല്ല എങ്കിലും അവൻ വളർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജ് പെട്ടെന്ന് വളരുന്ന ഇനമാണ്. അതെയോ, അവൻ്റെ ഒരു വലിയ ഗുണം ഇവൻ്റെ തന്ത പോലീസ് നായ. അയ്യോ, അപ്പോൾ ഒറിജിനലല്ല, അല്ല, തള്ള ലോക്കലാണ്, പക്ഷേ തന്ത പോലീസാണ്. അപ്പോൾ പോലീസിൻ്റെ ഒരു ഗുണം എന്തായാലും ഈ പട്ടിക്ക് കാണും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അവനെ ഞാൻ കൊണ്ടുവരാം, അവനെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ജനറ്റിക്കലായിട്ട് പറയുമ്പം ആണല്ലോ, അച്ഛൻ പോലീസിലാകുമ്പോൾ പോലീസിൻ്റെ ഗുണം മോനും കാണുമോ, അല്ലെങ്കിൽ മോനെ പൊള്ളപ്പട്ടിക്ക് കാണുമല്ലോ. സമ്മതിച്ചു. വീട്ടിൽ ഇത് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോയില്ല, കാരണം എനിക്കറിയാം അമ്മയും അച്ഛനും ഉണ്ട്, 2 പേരും കൂടെ താമസിക്കാം. 2 പേർക്കും പട്ടി ഇഷ്ടമല്ല, അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ അമ്മയെ കൺവിൻസ്, അമ്മ ഒന്നും അറിയണ്ട, അമ്മ അങ്ങനെ സാർ ഉണ്ടെന്ന് ഞാൻ താഴത്തെ ആ മുറിയിൽ ഇട്ടോളാം, ഞാൻ അതാരും നിനക്കറിയില്ല, ആര് ഭക്ഷണം കൊടുക്കും, എല്ലാം കൊടുക്കും. ഞാൻ എൻ്റെ ഭാര്യയും എന്താ പറയുക ബ്രെയിൻ സ്റ്റോം നടത്തി, നോക്കിക്കോണം പട്ടിക്ക് സമയത്ത് ദോഷം, എനിക്ക് സമയത്ത് തന്നില്ലെങ്കിലും കൂടെ പോലെ പട്ടിക്ക് കൊടുത്തേക്കണം. പട്ടിയുടെ ചിട്ടക്രമം, മെനു, ഓർഡറെല്ലാം വാങ്ങിച്ചു. വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ പട്ടിയെ വളർത്താൻ നേരം ഈ പട്ടിയെ വിളിച്ചുകൊണ്ട് വരുന്നൊരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ അമ്മയുടെ മുഖം ക്രുദ്ധമാണ്. തീരെ ആശാസ്യമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യണമെന്നുള്ളതാണ് അവരുടെ വിചാരം. കൊണ്ടുവന്ന് താഴത്തെ ഒരു മുറിക്കകത്ത് ബെഡുമൊക്കെ സെറ്റപ്പ് ചെയ്ത്, അതായത് ഇരിക്കാനും പിടിക്കാനുള്ള ചുറ്റുവട്ടമൊക്കെ ഉണ്ടാക്കി, പട്ടിക്ക് ഒരു എക്കോ ഫ്രണ്ട്ലി നേച്ചർ ഉണ്ടാക്കണമല്ലോ. എൻ്റെ പിന്നെ പട്ടി വന്ന ദിവസം ഞാൻ തെണ്ടിപ്പോയി. കൊണ്ടുവന്നപ്പോൾ നല്ല മര്യാദക്കാരന് വരും, ഒരു കുഴപ്പമില്ല. പക്ഷേ രാത്രി ആയത് 8-9 മണിയായപ്പോഴേക്കും ഇവൻ കുര തുടങ്ങി. കുര എന്ന് പറഞ്ഞാൽ നിൽക്കത്തില്ല. എന്നാ കുരയാണ് വരയ്ക്കുന്നത്? പട്ടിയുടെ സൈസ് ഇത്രയേ ഉള്ളൂ, പക്ഷേ കുര ഭയങ്കര, ലോകം മുഴുവൻ അറിയും. അമ്മ രാവിലെ ബലം ഉണ്ടാക്കി പറ്റി പട്ടി വീട്ടിനകത്ത് ഇടുന്ന പ്രശ്നമില്ല, എന്ത് വന്നാലും, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും. അങ്ങനെ ഈ പട്ടി ഒരു പ്രശ്നമായി കഴിച്ചപ്പം ഞാൻ இந்த പട്ടിയെ പുറത്ത് താമസിപ്പിക്കാം, നോക്കണം. മര്യാദയ്ക്ക് ശബ്ദമുണ്ടാക്കാതെ കിടന്നാൽ അവൻ വീട്ടിൽ കിടക്കേണ്ടവനാണ്. ഒരു പട്ടിയുടെ അധപ്പതനം ഞാൻ പറയാൻ പോകുക, നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളുടെ ഒരു സൂചനയായിട്ട് ഞാൻ പറയുന്നത്. അവിടുന്ന് അവൻ്റെ സ്ഥാനം ഞാൻ വിലയെ കൊണ്ടുവന്ന് തൊട്ടപ്പുറത്ത് ഒരു ഷെഡ് കെട്ടിയിട്ട് അവനവിടെ കൊടുത്തു. അപ്പോൾ അവിടെ കിടന്ന് കുരച്ചാൽ വലിയ ശല്യമില്ല എനിക്ക്. സമയത്ത് ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പടങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇടയ്ക്ക് ഞാൻ പോവും വരും, അങ്ങനെ ഇരിക്കും. പട്ടി ഇടയ്ക്കും തിരയ്ക്കും പോയി വന്നപ്പോഴേക്കും പട്ടി വളർന്നു, അവനൊരു സൈസായി. അപ്പം ഞാൻ വൈഫിനോട് ചോദിച്ചു, കുഴപ്പമില്ലോ, അവനിപ്പോൾ വലിയ കുറയൊന്നുമില്ല, പക്ഷെ അവൻ ആരോടും വലിയ താല്പര്യമൊന്നുമില്ല. എന്തിനെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് മട്ടിലാണ് നിൽക്കുന്നത്, അത് പഠിക്കണം. നമുക്കൊരിടത്താവളം കിട്ടിയാൽ അതിനെ നന്നായിട്ട് ഉപയോഗിക്കാനും അവിടെയുള്ള ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാനും നമുക്ക് സാധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പോക്കാണെന്നാണ് അവൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഇവൻ അവിടെ വളർന്നു. ഒറ്റ കുഴപ്പമുള്ള ഞാൻ കണ്ടത്, വീട്ടിലെ എല്ലാവരും അവർ പരിചയമുണ്ട്, പക്ഷേ എന്നെ മാത്രം പരിചയമില്ല. ഞാൻ ആ വീട്ടിൽ കയറി വന്ന അപ്പം കുര തുടങ്ങും. കുര എന്നെ അവനെ ആക്രമിച്ചേ പറ്റുള്ളൂ, മനസ്സിലായോ? അതെന്തോ ആരോ പറഞ്ഞ് ചെയ്യിക്കുന്ന മാതിരിയാണ് എന്നെ കാണുമ്പോഴുള്ള കുരയും ബഹളവും. ഒരു ശത്രുവിനെ കാണുന്ന പോലെയാണ് ഇവൻ കാണുന്നത്. അതെനിക്ക് വലിയ നാണക്കേടായി. കാരണം എൻ്റെ അമ്മയൊക്കെ തമാശ രൂപത്തിൽ പറയുന്നതൊക്കെ പണ്ട് ആൾക്കാർ പറയാറില്ലേ, വേലിയിലിരുന്നതെന്നൊക്കെ. ഇപ്പം അതായില്ല, നിന്നെ കണ്ടില്ല, വല്ല ആവശ്യമുണ്ടോ? ഇപ്പം നിന്നെ കണ്ടാലാണ് ആ പട്ടിക്ക് ദേഷ്യം, ബാക്കി ആർക്കും പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ശരി കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങാമെന്നുള്ള പ്രയോഗം ഇതാണ് എന്നൊക്കെ അമ്മ പറഞ്ഞു. ഇല്ല ഞാൻ ശരിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിടയ്ക്ക് ഇവനെ ഈ കൂട്ടിക്കൂടെ നോക്കുന്നുണ്ട്. കാണാൻ നല്ല സൈസ്, മിടുക്കനായവൻ, നല്ല വീര്യം, മനസ്സിലായില്ലേ? ആര് കണ്ടാലും ഒന്ന് സല്യൂട്ട് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള രൂപമൊക്കെ. പക്ഷേ എൻ്റെ നിഴൽ കണ്ടാൽ കുഴയ്ക്കും. അതെനിക്ക് ഇത്തിരി അസ്വാസ്ഥ്യമായി. അപ്പം ഞാൻ ഈ പട്ടിയെ കൊണ്ടുവന്നു, എന്താണെന്നുള്ളത് ഇത് എന്നെ കണ്ടാൽ കുറച്ച് എൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് ഗൃഹനാഥം കയറുമ്പം അവിടെയുള്ള വീട്ടിലെ അംഗങ്ങളെല്ലാം കൂവിയാൽ എങ്ങനെ ഇരിക്കും, ആ ഫീലിംഗാണ് എനിക്ക് പട്ടിയെ കാണുമ്പോഴുള്ളത്. എന്നെ കാണുമ്പോൾ കുര നിർത്തുകയില്ല. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് പട്ടിയെ താല്പര്യം. അങ്ങനെയല്ല സാർ, അതല്ല, നമുക്ക് ശരിയാക്കാം സാറെന്നാൽ. ഇപ്പം ക്ഷമയുടെ കാര്യം, മനുഷ്യനല്ലല്ലോ, മൃഗമല്ലേ, സമാധാനിപ്പിച്ചു. അവസാനം ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇവരെ ഡിസ്പോസ് ചെയ്യണം. അതെ, എങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് അവൻ്റെ കമേഴ്സ്യൽ ബുദ്ധി, പട്ടിയെ തന്നവൻ്റെ എന്താണ്, മര്യാദയ്ക്ക് ഇരുന്നാൽ മതി എൻ്റെ വീട്ടിൽ. അവൻ പറഞ്ഞു, ഏതായാലും അവനെ കൊണ്ട് ഇത്രയും ചാപ്പാട് കൊടുത്തു, തടിച്ചു കൊടുത്തിരിപ്പുണ്ട്, നമുക്ക് ഇവനിൽ നിന്ന് കുറച്ച് പട്ടിക്കുട്ടികളെ ഉണ്ടാക്കിയിട്ട് ഇവനെയും കൊടുക്കാം. അപ്പോൾ നമുക്ക് സമാധാനവും.
അല്ലേ? അത് തൻ്റെ ഇഷ്ടം, അത് ഞാൻ ഏർപ്പാടായിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ പോയിട്ട് ഈ പട്ടി കൊണ്ടാക്കിയ കൂടിനെ അല്പോടെ വിപുലപ്പെടുത്തിയിട്ട് എവിടുന്നോ ഒരു പെൺപട്ടിയെ കൊണ്ടുവന്ന് ആ കൂട്ടിനകത്താക്കി. അപ്പോൾ ഇതൊക്കെ എൻ്റെ വീട്ടിലെ ബാക്കിക്കൂടെ കണ്ടുകൊണ്ടിരിക്കുക, വല്ല കാര്യമുണ്ടോ ഇതിന്? അപ്പോൾ ഈ പെൺപട്ടി വരുന്ന ദിവസമൊക്കെ ആഘോഷിക്കുകയാണ്. അപ്പോൾ പെൺപട്ടി ഇവൻ മൂലലിങ്ങിരിപ്പുണ്ട് നമ്മുടെ നായകൻ. പെൺപട്ടിയെ കൊണ്ടുവന്ന് അതിനകത്ത് കൊടുത്തിട്ട് പിന്നെ ഇവൻ നമുക്ക് സംഭവിക്കേണ്ടത് ആ പെൺകുട്ടി ഗർഭിണിയാവണം, പെൺപട്ടി ഗർഭിണിയാവണം, അതാ പ്രശ്നം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുക. ഞാൻ നോക്കിയിട്ട് ഇവന് യാതൊരു ഭാവ വ്യത്യാസമില്ല. പെൺപട്ടി അവിടെ നിന്ന് കുറേ ബഹളം കാണിക്കുന്നതല്ലാതെ ഇവൻ ഇങ്ങോട്ട് മാറി. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, കിട്ടിയ അവസരങ്ങൾ മനുഷ്യരാൾ നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കണം. അവസരം ഒരിക്കലേ വരത്തുള്ളൂ. ആ അവസരം ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ സ്ഥാനഭ്രംശം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഉദാഹരണം ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്കിത്, അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഇവിടെ പോകുന്നത് നോക്കുന്നതൊക്കെ എൻ്റെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ, അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെങ്കിലും ഇവൻ എന്തിനെങ്കിലും കൊള്ളാവുന്ന ഒരുത്തരായിട്ട് വീട്ടുകാരെ ബോധ്യപ്പെടുത്തി പറഞ്ഞേക്കണം എൻ്റെ ആഗ്രഹം. നത്തിങ് ഹാപ്പൻസ്. അപ്പോൾ ഞാൻ സമയം കിട്ടുമ്പോഴേക്ക് എനിക്ക് ചുറ്റുവട്ടമൊക്കെ നോക്കുമ്പോഴേക്ക് ഇവിടെ ഇങ്ങനെ ഒരു ശോക പ്രണയം നടക്കുന്നതായിട്ട് അവൾ കുറച്ച് താല്പര്യപൂർവ്വം നോക്കുന്നെങ്കിൽ ഇവൻ യാതൊരു താല്പര്യമില്ല. ഒരു താപസനെ മാതിരി, എന്താ ഒരു മുനിയെ മാതിരി മാറി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു പക്ഷേ നാണം മാറ്റാൻ കരുതിയിട്ട് കറുത്ത് തുണിയൊക്കെ എടുത്ത് എൻ്റെ ഗതി നോക്കണം, ആ കൂട്ടിന് ചുറ്റുമൊക്കെ ഇട്ട് അവർക്ക് സ്വകാര്യത വേണ്ടേ. നമ്മുടെ വീട്ടിലേക്കൊരു പെണ്ണെ കല്യാണം കഴിച്ചു കൊടുത്താലും ആ പെണ്ണിനും ചെറുക്കനും തമ്മിൽ ഇണങ്ങിച്ചേർന്നെങ്കിൽ നമ്മളവർക്കൊരു സ്വകാര്യത കൊടുക്കണമല്ലോ. അതേമാതിരി കൊടുത്തിയാൽ ഒരു ഇരട്ടറയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടും രക്ഷയില്ല. ഞാൻ പറഞ്ഞു ഇല്ല, നടക്കത്തില്ല. അപ്പോൾ സാർ ഒരു കാര്യം ചെയ്യാം, ചിലപ്പോൾ ഇവൻ്റെ ഇവിടുത്തെ ഈ അന്തരീക്ഷം കൊണ്ടായിരിക്കും അവന് പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഡൊമസ്റ്റിക്കകത്തിറാകാൻ പറ്റാത്തത്. അപ്പോൾ എനിക്ക് മലയൻകീഴ് ഫാമുണ്ട്, അങ്ങനെ മലയൻകീഴ് ഫാമിലേക്ക് നമുക്ക് ഇവനെ കൊണ്ട്, അവിടെ ആണെങ്കിൽ പശുക്കളുണ്ട്, 10-15 പശുക്കളുണ്ട്. ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ അത് നോക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഇത്രയും ഏക്കറേജൊക്കെ ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ പട്ടിക്ക് എൻ്റെ ഒരു ഉന്മേഷം വരും. ഓരോ മാർഗ്ഗമാണ്, ഒരു മനുഷ്യനെ നന്നാക്കാൻ ശ്രമിക്കുന്ന പോലെ ഞാൻ പട്ടിയെ നന്നാക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ അവനെ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഒരു ദിവസം എല്ലാ വീട്ടുകാരുടെ യാത്ര പറഞ്ഞ്, ഞാൻ അമ്മയുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇവനകത്ത് കയറിയിട്ട് ഞാൻ മലയൻകീഴ് കൊണ്ടു. ഞാൻ അപ്പോഴും പറഞ്ഞു, എടാ നായിൻ്റെ മോനെ, അവസാനത്തെ അവസരമാണ്, ഇതെങ്കിലും ഉപയോഗിച്ച് നീ കയറി വരാൻ നോക്കുക എന്ന് പറഞ്ഞ് അവിടെ ഈ പശുവിൻ്റെ കെട്ടുന്ന തൊഴുത്തിനോട് ചേർത്ത് ഒരു കൂടിനകത്ത് അവനെ സൃഷ്ടിച്ചു. പശുവിനെ കറങ്ങാൻ വരുന്നൊരു ബാലൻപിള്ളയാണ്, 10-15 പശുക്കളുണ്ട്. അപ്പോൾ ഞാൻ ജോലികളെ ഒരു അടുതി കൂടെ ഉണ്ട്, സമയത്ത് ഭക്ഷണം കൊടുത്തോണം, അതിനെ കൊണ്ട് ശല്യം ഉണ്ടാകത്തില്ല, അവൻ ഇറക്കി വിടുക, അവൻ സ്ഥലമൊക്കെ കണ്ടോട്ടെ, നിങ്ങൾ ഒരു ശ്രദ്ധ ഉണ്ടായാൽ മതി. അപ്പോൾ ഇനി ഇതിനപ്പുറം കൊടുക്കാൻ ഒരു സാമ്രാജ്യം കൊടുക്കുക. പട്ടിക്ക് മാത്രം സാമ്രാജ്യം കൊടുത്തു. ഞാൻ വെയിറ്റ് ചെയ്യേണ്ട റിസൾട്ടിന്. അപ്പോൾ സാറേ പൂട്ട് തുറന്നു കൊടുത്ത് അവൻ പുറത്തേക്കും, അവൻ ഇവിടെ തന്നെ നടക്കും, അവൻ യാതൊരു ഉന്മേഷം കാണിക്കുന്നില്ല. അത് ശരി, അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? അല്ല, അവൻ പുറത്ത് പോകാൻ താല്പര്യമില്ല. ഇത്രയും ആംബിയൻസ് കൊടുത്ത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അന്ന് മാത്രമല്ല, ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ നോക്കുമ്പോൾ അവൻ തടവിലായ ഒരു ചക്രവർത്തിയാവാതിരി ഇങ്ങനെ എന്നെ ദയനീയമായിട്ട് നോക്കും. അപ്പോഴും അവൻ്റെ മനസ്സിലുള്ളത് എന്തിനെന്നെ ഇവിടെ കൊണ്ടുപോകണമെന്ന് ചോദ്യമാണുള്ളത്. അപ്പോൾ ഇവനിങ്ങനെ 3 തരം ചാപ്പാടിച്ച് വെറുതെ ഇരിക്കില്ല. ആ സമയത്ത് ഞാൻ ഈ എന്താ പറയുന്നത്, റോഡ് ഈസ് ഓവർ റൈറ്റ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി ചെയ്തു. അപ്പോൾ അതിനകത്തൊരു പട്ടിയുടെ ദൃശ്യമുണ്ട്. എന്നാൽ അപ്പോൾ അതിന് നമുക്കൊന്ന് വേണം ഇവനെ പ്രയോജനപ്പെടുത്തിയാലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇവനെ കൊണ്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പോയിട്ട് അഭിനയിപ്പിക്കാൻ, ഞാൻ പുതുമുഖങ്ങളെ അവതരിപ്പിക്കുന്നതിൽ എന്തോ ഒരു ഈശ്വരാധീനമുള്ള ആളെന്ന് വെപ്പുള്ളതുകൊണ്ട് ഇനി അവൻ ആ വഴി എങ്ങാനും വല്ല മാർഗവും വരുന്നെങ്കിൽ വരട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കൊണ്ടുപോയി ക്യാമറയുടെ മുമ്പിൽ പോയതും ക്യാമറ കണ്ടതും അവൻ ഇരുന്ന് ഉറക്കം തുടങ്ങി. അവനൊന്നും ചെയ്യാനില്ല, നമ്മൾ ഉദ്ദേശിച്ച പലതുമുണ്ട്. റോഡിലുള്ള പട്ടിയുടെ ശല്യം കാണിച്ചുള്ള ഷോർട്ട്സാണ് പ്ലാൻ ചെയ്ത്, പക്ഷേ അതൊന്നും നടന്നില്ല. അവസാനം വേറൊരു പട്ടിയെ വെച്ച് എനിക്ക് പൂർത്തിയാക്കേണ്ടത്. അപ്പം അങ്ങനെയും ആ ശ്രമം എൻ്റെ പരാജയപ്പെട്ടു. അപ്പോൾ എനിക്ക് എൻ്റെ ഉദ്യമം പരാജയപ്പെട്ട ഒരു വിഷമം. ഇവനെ ഒരു രാജകുമാരനായിട്ട് കാണുന്നതിനാണല്ലോ ഞാൻ ഇത്ര അവസരങ്ങൾ കൊടുത്തത്. നമുക്ക് അവസരങ്ങൾ കൊടുക്കാനേ പറ്റുള്ളൂ, അവർ വേണം അത് പ്രയോജനപ്പെടുത്താനായിട്ട്. അങ്ങനെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം ഈ പട്ടിക്കൊരു ശല്യം ഉണ്ടതാണ്. ഇവനിപ്പോൾ ഉള്ള കുഴപ്പം, ഞാൻ കറക്കാൻ വന്ന അപ്പം കുരയ്ക്കും. അപ്പോൾ ഇദ്ദേഹം വന്ന് പശുവിനെ അകിട് പിടിച്ച് പാല് കറക്കാൻ നോക്കുന്നു, ഇവിടെ ബോ 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 കുരയാക്കണം. ഈ പശു പെട്ടെന്ന് ടെൻസ്ഡായിട്ട് പിന്നെ പാല് ചേർത്തില്ല. ഇയാൾക്കൊരു ശല്യമായി. 15 പശുവുണ്ട്. 15 പശുവിനെ ഇയാൾ കറക്കുമ്പം അവൻ കൃത്യമായി കുരയ്ക്ക് വീഴുന്നിരുന്നു. ക്ഷമ കെടുന്ന ഈ ബാലൻ പിള്ള എന്ന് പറയുന്ന കഥാപാത്രം ഓരോ തവണ ഇവൻ കുരയ്ക്കുമ്പം അവൻ്റെ മണ്ടയ്ക്ക് അടി തുടങ്ങി. നടന്ന സംഭവമാണ്. ഈ 15 പശുക്കളെയും കറക്കുന്നതിനിടയ്ക്ക് 15 തവണ ഓരോ ദിവസവും അടിച്ചടിച്ച് അതിൻ്റെ കഥയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ബാലൻപിള്ളയുടെ കയ്യിലെ അടി കൊണ്ട് ഒരു കാരണവുമില്ലാതെ ഞാനീ പറഞ്ഞ എൻ്റെ കഥയുടെ നായകൻ പട്ടി അനാഥനായിട്ട് ചത്തു എന്നുള്ളതാണ്. എവിടെ കിടന്ന്? ഈ മലയൻകീഴ് ഫാമിൽ കിടന്ന്. ഇപ്പം തിരിച്ചൊന്ന് ആലോചിക്കുക, അവൻ എവിടെയാണ് ഞാൻ കൊണ്ടുവന്നത്? എന്തെല്ലാം സൗകര്യങ്ങൾ അവർ ചെയ്തു കൊടുത്തത്? എന്തെല്ലാം അവസരങ്ങളാണ് അവൻ്റെ മുമ്പിൽ തുറന്നു കൊടുത്തത്? അതിലൊന്നും ഉപയോഗിക്കാതെ
എന്നെ തല്ലണ്ടമ്മ നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഈ ഗതി ഉണ്ടാകേണ്ട കാര്യമുണ്ട്. ഇത് മനുഷ്യ ജീവിതത്തിലും ആപ്ലിക്കബിളാണ്. നമ്മൾ പട്ടിയെന്നുള്ളത് മാറ്റുക. എത്രയോ മനുഷ്യർക്ക് നമ്മൾ അവസരങ്ങൾ നമുക്ക് നമ്മുടെ പിന്നാലെ വരത്തില്ല, നമ്മൾ പിന്നാലെ പോയി അതിൻ്റെ പിന്നാലെ നമ്മൾ പോകണം. കിട്ടുന്ന അവസരത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരാൻ നോക്കണം. അല്ലാതെ നമ്മളതിനോട് വിമുഖത കാണിച്ച് മാറി നിന്നാൽ ഓരോ ദിവസം കഴിയുന്നതോറും നമുക്ക് അധപ്പതനമല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. ഈ ദുര്യോഗം ഒരു കാരണവശാലും ഒരു പോലീസിൻ്റെ മകനാണ് എന്ന് വിശ്വസിക്കാം. ഒരു പോലീസിൻ്റെ മകനായിട്ട് ജനിച്ച ഈ നായ്ക്ക് എന്തെല്ലാം നിലയിൽ ഉയർന്നു വരാമായിരുന്നു. ആ വീട്ടിൽ നിന്നാണ് പോയിരുന്നെങ്കിൽ അവനും നമ്മളോടൊപ്പം കാറിൻ്റെ സൈഡിൽ ഇരുന്ന് നാട്ടുകാരെ കാണിച്ച് രാജകീയമായി യാത്ര ചെയ്യാമായിരുന്നു. ആ അവസരങ്ങളെല്ലാം കളഞ്ഞ് ആർക്കും വേണ്ടാതെ എവിടെയോ ഉള്ളൊരു ബാലൻപിള്ളയുടെ ഏത് തൊഴുത്തിനോട് ചേർന്ന ഒരു കൂടിനകത്ത് അയാൾ അടി കൊണ്ട് ജീവിത അവസാനം കണ്ടെത്തേണ്ട അവസ്ഥ വന്നു പറഞ്ഞാൽ അതിനെയാണ് വിധി എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നായയുടെ ജീവിതം എഴുതി തള്ളേണ്ട, ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. കിട്ടുന്ന അവസരങ്ങളെ ഭദ്രമായിട്ടും ഭംഗിയായിട്ടും പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ എന്നുള്ളതാണ് ഈ കഥയുടെ ഞാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്. ഐ തിങ്ക് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ക്ലിക്ക് വിത്ത് യു.